എല്ലാവർക്കും നമസ്കാരം. 2007 റിലീസ് ചെയ്ത അറ്റോൺമെന്റ് എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അറ്റോൺമെന്റ് എന്ന ഈ സിനിമ പറയുന്നത് ബ്രയോണി എന്ന കൊച്ചുകുട്ടിക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ കൊണ്ട് തീവ്രമായി പ്രണയിക്കുന്ന രണ്ടുപേരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സിനെ കുറിച്ചിട്ടാണ്. 1935 കഥ തുടങ്ങുന്നത്. ഉയർന്ന സമ്പന്ന കുടുംബത്തിലെ സിസീലി എന്ന പെൺകുട്ടിയും ഹൗസ് കീപ്പറുടെ മകനായ റോബിയും ഗാർഡൻ ഫൗണ്ടൈനിന് അരികിൽ വെച്ച് സംസാരിക്കുന്നത് സിസീലിയുടെ 13 വയസ്സുള്ള സഹോദരി തൻ്റെ ബെഡ്റൂം ജനലിലൂടെ കാണാനിടയാണ്. സിസീലി തൻ്റെ കയ്യിലുള്ള ഫ്ലവർ വേസിൻ്റെ പൊട്ടിയ ഭാഗം എടുക്കാനായി ഫൗണ്ടൈനിലേക്ക് ഇറങ്ങുന്നതും ബ്രയോണി കാണുന്നു. സംഭവത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വരെ ബ്രയോണി ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ് മിസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. റോബിയും സിസീലിയും ജീവിതത്തിൽ സെപ്പറേറ്റഡ് ആവാൻ ഇതൊരു കാരണമാവുകയാണ്. ബ്രയോണിയുടെ ജീവിതത്തിൽ 3 കാലഘട്ടത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ജോയ് റൈറ്റ് ആണ് അറ്റോൺമെന്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞ കവിത പോലെ മനോഹരമാണ് ഈ സിനിമ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജെയിംസ് മെക്കോയും കീര നൈറ്റ്ലിയും അസാധ്യ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ വിഷ്വൽസ്, ഓരോ ഫ്രെയിമും കാണാൻ എന്ത് ഭംഗിയെന്നറിയോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഈ സിനിമയെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി ഇപ്പോഴൊന്നും തീരില്ല. കാരണം ഡിറക്ഷൻ ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാ ആസ്പെക്ട്സിലും അറ്റോൺമെന്റ് ഫ്ലോലെസ് ആണ്. ഓണസ്റ്റ്ലി ഇതൊരു ടൈംലെസ് ക്ലാസിക്കാണ്. ഒരു യഥാർത്ഥ സിനിമാ പ്രേമിക്ക് ഒരിക്കലും ഈ സിനിമ മിസ്സാക്കാൻ കഴിയില്ല. എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.